നമ്മൾ വിദേശ വാർത്തകളിലേക്ക് പോവുകയാണ്. അതിന്റെ സമയം വൈകിട്ടുണ്ട്, നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. അതെ, ബി കെ സുഹൈൽ തയ്യാറാണ് വിവരങ്ങൾ നൽകാനായി. സുഹൈൽ, ഗുഡ് മോർണിംഗ്. സുഹൈൽ, ഗസയിൽ കാര്യങ്ങൾ ഇപ്പോഴും സങ്കീർണമായ ഘട്ടത്തിൽ തന്നെയാണുള്ളത്. ഒരു ബോഡി തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഹമാസിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള എന്തെല്ലാം നടപടികൾ ഇപ്പോൾ ഹമാസ് അവിടെ നടത്തുന്നുണ്ട്? അന്താരാഷ്ട്ര തലത്തിൽ മറ്റെന്തൊക്കെ വാർത്തകളുണ്ട് സുഹൈൽ? ഇടവേളയ്ക്ക് ശേഷം ഒരു ബന്ദിയുടെ മൃതദേഹം ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു. ആകെയുള്ള 28 മൃതദേഹങ്ങളിൽ 16 ഇപ്പോൾ കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ്. ഹമാസിന്റെ മേധാവി ഖലീൽ ഹയ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇസ്രായേലിന്റെ അധിനിവേശം ഗസയുടെ ഭൂപ്രകൃതി ആകെ തന്നെ മാറ്റിയിരിക്കുന്നു, ഇവരടക്കം ചെയ്ത പ്രദേശങ്ങൾ പോലും കണ്ടെത്താൻ വളരെ പ്രയാസമാണ് എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈജിപ്തിന്റെ ഒരു സാങ്കേതിക സംഘത്തെ അങ്ങോട്ട് അയക്കുന്നത്. ഗസയിൽ അവിടെ എത്തിയതിനു ശേഷം കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോകം ആകെയുള്ളത്. മറുഭാഗത്ത് ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു. ഖാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. 48 മണിക്കൂറിനകം 8 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. 13 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. വടക്കൻ ഗസയുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ജീവിക്കാൻ കഴിയാത്ത വിധമായി അവിടെ മാറിയിരിക്കുന്നു എന്ന് UN ഏജൻസികൾ പറയുന്നു. 4,73,000 മനുഷ്യരാണ് അവിടെ ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നു എന്ന് UNICEF പറയുന്നു. കാരണം പൊട്ടാത്ത ബോംബുകൾ അവരുടെ കളിപ്പാട്ടങ്ങൾ പോലെ അവർ ഉപയോഗിക്കുന്നു. അതിനിടയിൽ ചിന്നിച്ചിതറി മരിച്ചു പോകുന്ന കുട്ടികൾ. ഇത്രയും ഭീകരമായ മാനുഷിക ദുരന്തമാണ് ഗസ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇപ്പോഴും ജീവിക്കാൻ കഴിയാത്തൊരിടമായി ഗസ മാറുകയാണ്. ഇനി രണ്ടാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ അത് ലോകത്തെ പിടിച്ചുലക്കിക്കൊണ്ടിരിക്കുന്ന മെലിസ കൊടുങ്കാറ്റാണ്. അത് കരീബിയൻ ദ്വീപുകളിലാണ് കാര്യമായി ബാധിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും ഭീകരമായ കൊടുങ്കാറ്റ് എന്നുള്ളതാണ് മെലിസയെ വിശേഷിപ്പിക്കുന്നത്. ഹെയ്ത്തി, അതേപോലെ തന്നെ ജമൈക്ക, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഈ 3 പ്രദേശങ്ങളെയാണ് ഇപ്പോൾ ഇത് കൂടുതലായി ബാധിച്ചിട്ടുള്ളത്. ഈ 3 ഇടങ്ങളിലായി ഇപ്പോൾ 7 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, മരിച്ചു കഴിഞ്ഞു. ഇനി US ഫ്ലോറിഡയിലേക്ക് വരെ ഈ കൊടുങ്കാറ്റ് എത്തുകയാണ് എന്നുള്ള ആശങ്ക വരുന്നു. അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ വാർത്തയായി തന്നെ ഇതിനെ നൽകുന്നു. കാറ്റഗറി 5ലാണ് ഈ കൊടുങ്കാറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന കാറ്റാണ്. ഈ മേഖലകളിലെല്ലാം തന്നെ കനത്ത പേമാരിയുണ്ട്. അതേപോലെ തന്നെ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഗ്രാമങ്ങളെല്ലാം ഒറ്റപ്പെട്ട് പോകുന്ന കാഴ്ചയിൽ നമ്മൾ മലേഷ്യയുടെ ഭാഗമായി വരുന്നു. അമേരിക്കയിൽ വലിയ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ട്രംപ് ഇപ്പോൾ ഉള്ളത് ഏഷ്യയിലാണ്. ഏഷ്യൻ പര്യടനം തുടരുകയാണ്. ഇന്ന് ഡൊണാൾഡ് ട്രംപ് എത്തുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ പുതിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അവിടെ US-ഉം ജപ്പാനും തമ്മിലുള്ള വ്യാപാര കരാർ, അതിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. പ്രത്യേകിച്ചും $550 ബില്യൺ ഒരു നിക്ഷേപം ജപ്പാൻ അമേരിക്കയിൽ നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കും. നാളെയാണ് ഡൊണാൾഡ് ട്രംപ് ദക്ഷിണ കൊറിയയിലേക്ക് പോകുന്നത്. അവിടെ അപെക്കിന്റെ ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനം, മറ്റന്നാൾ 30-ാം തീയതി ദക്ഷിണ കൊറിയയിലേക്ക് ഷീ ജിൻപിങ്, ചൈനീസ് പ്രസിഡന്റ് കൂടി എത്താൻ പോകുന്നു എന്നുള്ളതാണ്. ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച നടക്കുമോ എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്തരമൊരു കൂടിക്കാഴ്ച നടക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്ന് ഒന്നും അവർ വിട്ടു തുറന്ന് പറയുന്നില്ല. അത്തരമൊരു കൂടിക്കാഴ്ചയെ കുറിച്ച് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയെ കുറിച്ച് പറയുന്നില്ല. അവർ പറയുന്നത് ഷീ ജിൻപിങ് അവിടേക്ക് ദക്ഷിണ കൊറിയയിലേക്ക് 30-ാം തീയതി പോകുന്നു എന്ന് മാത്രമാണ്. എന്തുകൊണ്ടാണ് അത് നടക്കും എന്ന് ചൈന പറയാത്തത് എന്നതിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഏതായിരുന്നാലും പൊതുവെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഷീ ജിൻപിങ്ങും ട്രംപും തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ച മറ്റന്നാൾ നടക്കുമെന്നുള്ളതാണ്. ചൈനയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറിലേക്കുള്ള പ്രധാനപ്പെട്ട പടിയായി ആ കൂടിക്കാഴ്ച മാറും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ കൂടിക്കാഴ്ചയെ ചൈനയും US-ഉം മാത്രമല്ല എല്ലാം നോക്കിക്കാണുന്നത്. ലോകത്താകെയുള്ള വ്യാപാരികൾ, പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള ആളുകൾ എല്ലാം തന്നെ സ്വർണ്ണ വിലയിലടക്കമുള്ള കാര്യങ്ങളിൽ വരെ ഈ നിർണായകമായ കൂടിക്കാഴ്ചയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ വ്യാപാര പ്രശ്നങ്ങൾ പ്രതിസന്ധികളായതോടുകൂടി സാമ്പത്തിക മേഖല കുറച്ചുകൂടി തുറന്ന ഒരു ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതൊക്കെയാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന